കൊറോണ വൈറസുമായി നാം സഭയായി കൂടി വരുന്നത് എല്ലാവരുടെയും മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്നത് ബാധിക്കപ്പെട്ടിട്ട് ഇന്ന് 9 ഞായറാഴ്ചയാണ്. നമ്മളെല്ലാവരും എത്രമാത്രം ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നുവെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ അകക്കണ്ണുകളെ തുറക്കപ്പെടണം. ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക് കാണുമ്പോൾ കുറച്ച് ആഴ്ചകളിൽ പ്രിയപ്പെട്ടവരെ ഇതൊരു ഭാരമായിട്ടെടുത്ത് ഒരു ഭയം ഉളവാക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ട് ഏതെല്ലാം രീതിയിൽ ഇതിനെ വൈറസിനെ തകർത്തു കളയാമെന്ന് അതിജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും അതിനെടുക്കേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള സ്റ്റെപ്പുകളും എടുത്ത് മുന്നോട്ട് പോകുവാൻ തുടങ്ങിയെങ്കിലും അത് തങ്ങളുടെ കരങ്ങളിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ സ്ലോലി പീപ്പിൾ ആർ ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. ഇത് പാർട്ട് ഓഫ് ലൈഫ് ആണെന്നും ഇത് ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മെ എപ്പോഴും ബാധിക്കപ്പെടുന്ന വേറൊരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നും അതുകൊണ്ട് ബാധിക്കപ്പെടുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നു, ജീവിച്ചാൽ ജീവിച്ചു, മരിച്ചാൽ മരിച്ചു. അതുകൊണ്ട് നമ്മൾ അതുപോയിട്ട് എന്നാ പറയാ ശീലമായി അത് പാർട്ട് ഓഫ് ലൈഫാണ്. അത് എന്നെ ഹിന്ദു ഫ്രണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ അത് വിധിയാണെന്ന് പറയും. ക്രിസ്ത്യൻസ് അങ്ങനെ തന്നെ എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. കെയർ എടുക്കുന്ന രീതിയിൽ, സ്റ്റെപ്പ് എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഇപ്പം ഏകദേശം ഗവൺമെന്റ് തീരുമാനിക്കാൻ പോവുകയാണ് 50 പേർക്ക് ഒരുമിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഗ്യാദർ ചെയ്യാമെന്ന്. അങ്ങനെയെങ്കിൽ we have to think in terms of having the first 50 to come to the church and have a worship. By God's grace 50 പേർക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആരാധിക്കുവാനൊക്കെ വേണം. ദൈവം നമ്മൾക്ക് നല്ല സൗകര്യങ്ങൾ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗൈഡൻസ് പ്രകാരം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വർഷിപ്പ് ഉണ്ടാകേണ്ടതിനാണോ ദൈവം ഇത് അനുവദിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ you have to each one of us needs to find out, discover the answer, for which a soul consultation with God and get God's mind realized in our lives. ഞാൻ വിശ്വസിക്കുന്നില്ല അതായിരിക്കണം ഇതൊരു സൈഡ് സംഭവത്തിന്റെ ഒരു സൈഡ് വശം, ഒരു വശമാണ്. പക്ഷെ അതായിരിക്കണമെന്നല്ല യഥാർത്ഥ റീസൺ. വേദവചനത്തിൽ നാം പഠിക്കുമ്പോൾ, പുതിയ നിയമം സ്പെഷ്യലി പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവും ഇഷ്ടം പോലെയാവും. ജീവൻ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
നമ്മളുടെ ഓൺ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മാതാവോ പിതാവോ കൊറോണ വൈറസ് ബാധിക്കപ്പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുക? ക്വാറന്റൈൻ ഒരു റൂമിൽ അടച്ചിട്ടിട്ട് ഡോറിന്റെ പകുതി അല്പം അറുത്ത് മാറ്റിയിട്ട് ഭക്ഷണമൊക്കെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയാൻ നമ്മൾ എക്സ്പ്ലനേഷൻ പറയും ദൈവം തന്ന ബുദ്ധി ജ്ഞാനത്തോടുകൂടെ. We will not go into the extent by faith that God, whatever care or steps we need to take for safety, with that, and we go and by faith we overcome it. ഇപ്പോൾ ഓവർകം ചെയ്യുന്ന കൊറോണ വൈറസിനെ ഓവർകം ചെയ്യുന്ന ആ സ്ട്രഗിൾ ചെയ്ത് ഓവർകം ചെയ്യുന്ന ആ എന്താ പറയുക അതുമായിട്ടുള്ള ബന്ധത്തിൽ എഫർട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുവാൻ തക്കവണ്ണം അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തെയും തീരുമാനത്തെയും കാളുപരി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയേക്കാം എന്നുള്ള നിലയിലേക്ക് 2 മാസത്തിനുള്ളിൽ ആ നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. ദൈവകുഞ്ഞുങ്ങളായി വീണ്ടും ജനിച്ചവരുടെ പാപ സ്വഭാവവും രീതികളും തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രവണത അത് അതിജീവിക്കുന്നതിന് പകരം പിശാചിനെ അകറ്റുന്നതിന് പകരം അല്പസ്വല്പമൊക്കെ ഓക്കെ കോംപ്രമൈസ് ചെയ്തു പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് നാം വന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ വരവെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ നമ്മൾ എത്ര വിശുദ്ധ ജീവിതം നയിക്കേണ്ടവരാണ്, എത്ര ഭക്തിയുള്ളവരായിരിക്കേണ്ടവരാണ്. ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി. നമ്മൾക്ക് എല്ലാവർക്കും വായിക്കാം മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നു. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം,
ഏറ്റവും ആദ്യത്തെ സുവിശേഷം എഴുതിയത് മാർക്കോസാണ്. മാർക്കോസ് മത്തായിക്കും മാത്യുവിനും മത്തായിക്കും ലൂക്കോസിനും ഈവൻ യോഹന്നാനും ഒരു ഇൻസ്പിറേഷനായി. അവർക്കൊക്കെയും ഒരു റിസർച്ച് പേപ്പർ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഒരു റിസോഴ്സ് മെറ്റീരിയൽ ഉണ്ട് എങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം. സോഴ്സ് മെറ്റീരിയൽ. അപ്പം മാർക്കോസ് ആരായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുവിശേഷങ്ങളിലും അതോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികളിലും ചില ലേഖനങ്ങളിലും മാർക്കോസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്റേണൽ എവിഡൻസസ് ഉണ്ട്. ഈ സുവിശേഷം എഴുതിയത് ആരാണെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് നമ്മൾക്കറിയാം ഏതാ ഭാഗമെന്ന്. യാക്കോബിന്റെ തലവെട്ടി പത്രോസ് ബന്ധനസ്ഥനായി ജയിലിലാണ്. പത്രോസിനെ അടുത്ത ദിവസം തലവെട്ടാം എന്ന് വെച്ച് അധികാരികൾ took it for granted. എന്നാൽ രാത്രിയിൽ എന്താ സംഭവിച്ചെന്നറിയുമോ? രാത്രിയിൽ അധികാരികളും ലോകം മുഴുവൻ, അന്നത്തെ ലോകം മുഴുവൻ അതിശയിക്കുമാറ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട സകല ലോക്കും സകല താഴുകളും തുറന്നു കൊടുത്ത്, അതിനർത്ഥം ഏതു പ്രതിസന്ധിയിലും വഴികളെ തുറന്നു കൊടുത്ത് സേഫായി നടത്തുവാൻ ശക്തനായ ഒരുവൻ, അവനെയാ നമ്മൾ ആരാധിക്കുന്നത്, അവനെയാ നമ്മൾ സ്തുതിക്കുന്നത്, അവനെയാ നമ്മൾ ഉയർത്തുന്നത്. ഏത് പ്രതിസന്ധിയിലും ഇന്ന് കൊറോണ വൈറസുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ജനങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോക അധികാരികളാണ് നമുക്കുള്ളത്. അതിനെ അതിജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന കഴിവുകളും ദൈവം തന്നിരിക്കുന്ന ജ്ഞാനവും ദൈവം തന്നിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും വിനിയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിലുള്ള വിശ്വാസം വളർത്തിയെടുത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഉള്ള വഴികളെ തേടുന്നവർ ചുരുക്കമാണ്. നമ്മളും, ഞാൻ തെറ്റു പറയുന്നല്ല, നമ്മളുടെ ജോലിന്റെ കാര്യം, നാളെ സർജറി ഇല്ലാതെ ദൈവം സൗഖ്യം കൊടുക്കാൻ ശക്തനല്ലേ? നമ്മൾ അതിനോട് എഴുതി ഓക്കെ ഏതായാലും കൊണ്ടുവന്നു. തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ ഹൃദയത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളും ശീതള് സാക്ഷ്യം പറഞ്ഞപ്പോഴും ഒക്കെ സർജറിയിൽ കൂടെ വിടുതലെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചു,
സർജറി ഇല്ലാതെ ദൈവശക്തമായി നമ്മൾക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടെ ക്ഷണിച്ച് തിരിച്ച് ആയിരിക്കേണ്ടുന്ന സ്ഥാനത്തേക്ക് മാറ്റുവാൻ ശക്തനായ ഒരുവൻ രാത്രിയിൽ അന്നത്തെ ക്രിസ്തീയ ഗോളം മുഴുവനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരാൾക്ക് പോലും പത്രോസ് വിടുതൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് രക്ഷ പ്രാപിച്ചു ഇതിൽ നിന്ന് നെക്സ്റ്റ് ഡേ തന്നെ പുറത്തു വരുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം അത്ര വലിയ കൂട്ട ആ കൂട്ട അവനെ തളച്ചിരുന്നത്. എന്നാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിന് മുൻപിൽ തുറക്കപ്പെടാത്ത ഒരു ലോകം ഇല്ല എന്ന് അനുഭവത്തിൽ അറിഞ്ഞ ഒരുവൻ കടന്നു വന്ന് അത്ഭുതകരമായി ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് നാം എല്ലാവരും കണ്ടു കഴിഞ്ഞ എഴുതി വെച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള വചനമായി നമ്മൾക്ക് കരങ്ങളിൽ തന്നത് ഈ രീതിയിൽ കൂടെ ചിന്തിക്കാനാണ്. അതുകൊണ്ട് കൊറോണ വൈറസുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പരിപാടി നിർത്തിയിട്ട് യേശുവിന്റെ നാമത്തിൽ കൊറോണ വൈറസിനെ അതിജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സകല പൊട്ടൻഷ്യൽസും സകല പ്രൊവിഷൻസും വളർത്തിയെടുത്ത് എത്രയും പെട്ടെന്ന് വിത്തിൻ നോ ടൈം, അതിൽ ഇന്ത്യക്കാരായിരുന്നെങ്കിൽ ഏറ്റവും ഞാൻ അഭിമാനിക്കും, അതിന് വേണ്ടതായിട്ടുള്ള മെഡിസിൻ കണ്ടുപിടിച്ച് അതിനെ പ്രിവെന്റ് ചെയ്തു. കൊറോണ വൈറസ് ഉണ്ടായത് എങ്ങനെയാണെന്നോ ഉണ്ടാക്കിയത് ആരാണെന്നോ ഏത് ഉദ്ദേശത്തോടു കൂടിയാണെന്നോ അതുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പത്രോസിനെയും യാക്കോബിനെയും ജയിലിൽ പിടിച്ചിട്ടത് ഏത് ഉദ്ദേശത്തോടു കൂടിയൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അറിയേണ്ടിയൊന്നുണ്ട്, വിടിവിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അവന്റെ പദ്ധതിയെ തകർത്ത് കളയുവാൻ ലോകത്തിൽ ഒരു വൈറസിനും കഴിയത്തുമില്ല. കാരണം കാൽവരി ക്രൂശിലേക്ക് നോക്ക്, തന്നെത്താൻ തകർക്കപ്പെട്ട് മറ്റുള്ളവരെ വിടുതലിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരുവൻ. ഹല്ലേലൂയ. സാധാരണക്കാരനല്ല. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സൃഷ്ടികർത്താവും സൃഷ്ടിയെ എപ്പോഴും 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 ഇപ്പോഴും പരിപാലിക്കുവാൻ ശക്തനുമാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ മകുടോ ഉദാഹരണമായിരിക്കുന്ന മാൻകൈൻഡ് മനുഷ്യരെ തന്റെ ഛായയിൽ സൃഷ്ടിച്ചിട്ട് തകർന്നു പോകാതിരിക്കുവാൻ സസ്റ്റെയിൻ ചെയ്യുവാൻ തോന്നാൻ മനുഷ്യരുടേതായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് എല്ലാവിധമായിട്ടുള്ള പരിതസ്ഥിതികളെയും അതിജീവിക്കുവാൻ താൻ ബുദ്ധിയും ജ്ഞാനവും അതിന് വേണ്ടുന്ന സകലവിധമായിട്ടുള്ള മെഡിസിൻ കണ്ടുപിടിക്കപ്പെടുവാൻ സൃഷ്ടിച്ച് വെജിറ്റേഷനെ മൊത്തം സൃഷ്ടിച്ച് എല്ലാ സൃഷ്ടികൾ ഒതുങ്ങിയിരിക്കുന്ന മെഡിക്കൽ സയൻസ് ഇന്ന് പകൽക്കാലത്തോട് ഓർത്താൽ അത് കണ്ടുപിടിക്കുവാനുള്ള ജ്ഞാനം കൊടുത്തിരിക്കുന്നത് ഉന്നതകരമായി വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ശാസ്ത്രലോകത്തിന് സാധിക്കട്ടെ. പൊരുത്തപ്പെട്ടു പോകുന്ന സ്വഭാവം വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണം. പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മൂവാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. ചർച്ച് വിശ്വാസികളെല്ലാവരും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പരിപാടി വേണ്ട. സാഹചര്യങ്ങളെ മാറ്റുവാൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കട്ടെ ഞാൻ നിങ്ങളും. ഹലോ, മറ്റെല്ലാവരുടെയും ചിന്തകളിലേക്കും തീരുമാനങ്ങൾക്കും ഒരേ ഒരു നിമിഷത്തിൽ മാറ്റം കൊണ്ടുവന്ന അതിശക്തനായ ഒരു ദൈവം സകലത്തെയും സൃഷ്ടിക്കുക മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം. അതുകൊണ്ട് കൊറോണ വൈറസിൽ നിന്ന്
ലോക ജനതയെ മൊത്തമായിട്ട് സംരക്ഷിക്കുവാൻ കരുത്തനായ ഒരുവനുണ്ട് എന്ന് ചർച്ച് ഡിക്ലെയർ ചെയ്തിട്ട് ഓരോ വിശ്വാസിയും അതിനെ അതിജീവിക്കുവാൻ ദൈവം ആരെ ഉപയോഗിക്കുന്നുവോ ആ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പരിപാടി നിർത്തിയിട്ട് അതിജീവിച്ച് നമ്മൾ എല്ലാത്തിനെയും കീഴടക്കുക വേണ്ടത്. Let our vision be different. പന്ത്രണ്ടിന് 12 ഒരിക്കൽ കൂടെ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിനെ കുറിച്ച് ദൈവവചനം ശക്തമായി എഴുതിയിരിക്കുന്നത് ഒരു സഹോദരിയുടെ വീടാണ്. പക്ഷേ സഹോദരിക്കുണ്ടായിരുന്ന മകനെ കുറിച്ചുമാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അന്ന് ആ മകനെ കുറിച്ച് ദൈവവചനത്തില് ഒരു വിശ്വാസിയും അവനെ കുറിച്ചുള്ള ദർശനം കണ്ടിരിക്കുവാൻ സാധ്യതയില്ല. സാധാരണ പറയുവാണെങ്കിൽ എങ്ങനെ പറയണം? ആരുടെ വീടാ പറഞ്ഞിരിക്കുന്നത്? എന്താ ഒന്നുകൂടെ വായിച്ചേ. അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവൻ മറിയയുടെ വീട്ടിൽ ചെന്നു പറഞ്ഞപ്പോ യെരൂശലേമിലെ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു മറിയ. അവൾ പറഞ്ഞിരിക്കുന്ന മറിയ ഈ മറിയ തന്നെയാണോ, അല്ലെങ്കിൽ യെരൂശലേമിൽ പറഞ്ഞിരിക്കുന്ന മറിയ തന്നെയാണോ, അദ്ദേഹത്തിന്റെ ധനികയായ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടും ഒന്നാണോ എന്നൊന്നും അതല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഇവിടെ എന്നാണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കർത്താവ് തന്റെ ശബ്ദം കൊണ്ടും വളരെ വ്യക്തമായിട്ട് വിളിച്ചിട്ട് പത്രോസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പത്രോസ് രാത്രിയില് തന്റെ കൂടെ ഉണ്ടായിരുന്ന തലേ ദിവസം തന്റെ കൂടെ ഉണ്ടായിരുന്ന യാക്കോബിനെ തല വെട്ടിയെടുത്തു. പത്രോസ് അവിടെ വായിക്കുന്ന എങ്ങനെയാ? പത്രോസ് സോൾജേഴ്സിന്റെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നെക്സ്റ്റ് ഡേ തല പോകാൻ സാധ്യതയുണ്ടായിട്ടും ഉറങ്ങുന്ന ഒരു പത്രോസിനെ നാം അവിടെ കാണുന്നു. ഒരിക്കലും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, കടൽക്കരയിൽ പിന്മാറ്റത്തിൽ പോയ പത്രോസിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നപ്പോൾ നാം അവിടെ കാണുന്നു 3 ചോദ്യങ്ങൾ, ഒരേ ചോദ്യങ്ങൾ പത്രോസിനോട് യേശു ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, പത്രോസേ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. എടുക്കാം 21-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ മകനായ ശിമോനേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് സ്നേഹിക്കുന്നുവോ? ആൻസർ ഒന്നും വേണ്ട. രണ്ടാമത് അതേ ചോദ്യം, യോഹന്നാന്റെ മകനായ ശിമോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത്, യോഹന്നാന്റെ മകനായ ശിമോനേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട്
തന്റെ ജീവിതത്തിന്റെ പിന്മാറ്റ അവസ്ഥയെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്നെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവന് കൊടുത്ത ചില വാഗ്ദത്തങ്ങളുണ്ട്. വായിക്കാം. എന്റെ ആടുകളെ മേയ്ക്കാം. അതല്ല, താഴെ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. മതി. പത്രോസ് ഉറങ്ങുവാൻ കാരണം ഈ വാഗ്ദത്തം ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം വളരെ വ്യക്തമായി ഏറ്റെടുക്കുകയും അത് നടക്കാതെ എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒന്നും നടക്കത്തില്ല, ഈ അത്ഭുതകരമായിട്ടുള്ള വാഗ്ദത്തം നടത്തപ്പെടണം. ഇതുവരെയും ഞാൻ തന്നെ അരകെട്ടി തന്നെ ഓടുക. എന്റെ അരകെട്ടുന്ന ഒരു സമയം വന്നിട്ടില്ല, ഞാൻ വയസ്സായിട്ടില്ല. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ ശക്തികൾ മുഴുവനും എന്നെ ജയിലടിച്ചുകൊണ്ടിട്ട് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ദൈവം ഉറങ്ങുകയും മയങ്ങുകയും ഇല്ലാത്ത സർവശക്തനായ ദൈവം ജീവിക്കുമ്പോൾ ഞാൻ എന്തിന് അതിനെ കുറിച്ച് വ്യാകുലനായിട്ട് ഉറങ്ങാതിരിക്കണം? സമാധാനത്തോടെ കിടന്നുറങ്ങി. രാത്രിയിൽ അവൻ സംഭവിക്കുന്ന ഒരു ദർശനം അവന് ഒരു സ്വപ്നം പോലെ തോന്നി. എല്ലാ പൂട്ടുകളും തുറക്കപ്പെട്ടു. അവൻ നടന്ന് വെളിയിൽ ചെന്നു. എന്നിട്ട് കടന്ന് ചെന്ന് അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചവൻ കടന്ന് ചെന്നത് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മയുടെ വീട്ടിലാണ്. അവിടെ എന്തുകൊണ്ട് കടന്നു ചെന്നു? അത് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ദൈവദാസന്മാർക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ഉന്നതകരമായ അത്ഭുതകരമായ വിടുതലും അനുഭവവും വിശ്വാസവുമുള്ള വിശുദ്ധിയുമുള്ള ദൈവദാസന്മാർക്ക് കടന്നു ചെല്ലുവാൻ ഒരിടമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ മാത്രം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് ധൈര്യത്തോടെ ഏതവസ്ഥയിലും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവദാസന്മാർക്ക് സാധിക്കുന്ന കുടുംബങ്ങളായി തീരട്ടെ എല്ലാ വിശ്വാസികളുടെയും കുടുംബങ്ങൾ. അതല്ല എന്റെ വിഷയം. അവിടെ ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതിയ മർക്കോസിനെ കുറിച്ച് ഇവിടെ കാണുന്നു. 25-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 12-25. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരൂശലേം വിട്ട് മടങ്ങിപ്പോയി. വേറൊരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു 13-ന്റെ 5-ാമത്തെ വാക്യം. അവിടെ നിന്ന് പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. 15:37. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല. കുറങ്ങൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. തന്റെ രണ്ടാമത്തെ മിഷണറി മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ പൗലോസ് ഒരിക്കൽ കലപ്പയ്ക്ക് കൈപിടിച്ചിട്ട് ഒരിക്കൽ പിന്തിരിഞ്ഞു പോയവന് തനിക്ക് ദൈവത്തിന് യോഗ്യനായെന്ന് പറഞ്ഞ് അവനെ കൂട്ടാതിരുന്നപ്പോൾ
Adonia, you sit quietly there, otherwise I will beat you. അപ്പൊ ഈ മർക്കോസ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ മർക്കോസിനാൽ എഴുതപ്പെട്ട സുവിശേഷമാ ആദ്യത്തെ സുവിശേഷമെന്ന്. ഇതിന് ദർശനം പ്രാപിച്ച ആരാണെന്നറിയാമോ? ബർന്നബാസ. ഈവൻ പൗലോസിന് പോലും മർക്കോസിനെ കുറിച്ച് പ്രാർത്ഥിച്ചോ ദർശനം പ്രാപിച്ചില്ലായിരുന്നു. പൗലോസിനെ വരെയും തന്റെ ടീം വർക്കിൽ നിന്ന് മാറ്റി നിർത്തുവാൻ മർക്കോസിനെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചവൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. എന്നിട്ട് കുപ്രോസ് വഴി തന്റെ 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 മിഷണറി യാത്ര തുടർന്നു, മർക്കോസിനെയും കൂട്ടിക്കൊണ്ട്. പൗലോസ് എന്നെ ചെയ്തെന്ന് ചോദിച്ചാൽ സിൽവാനസിനെയും സൈലസിനെയും കൂട്ടിക്കൊണ്ട് മിഷണറി യാത്ര കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ലേറ്റർ സെക്കൻഡ് തിമോത്തിയൊക്കെ എഴുതുമ്പോ പൗലോസ് എഴുതുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസ്, എന്റെ സഹോദരൻ മർക്കോസ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ളവരാണ്. അവന്റെ കയ്യില് കമ്പിളി കൊടുത്തിരിക്കണം, ഞാനിപ്പോ ജയിലില്ല. ബർന്നബാസ് ലേഖനങ്ങളൊന്നും എഴുതിയില്ല. വചനം വേദപുസ്തകത്തിൽ ഒരു ബുക്കും ബർന്നബാസ് എഴുതിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ സുവിശേഷം, യേശുവിൽ കൂടിയുള്ള സുവിശേഷത്തിന്റെ ആദ്യത്തെ എഴുത്തുകാരൻ ബർന്നബാസ് ദർശനം പ്രാപിച്ച് ട്രെയിൻ ചെയ്ത മർക്കോസ്. 2 തിമോത്തിയോസ് 2:2 1 മുതൽ വായിക്കാം. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളോടും മുൻപാകെ എന്നോട് കേട്ടതും എല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ഇവിടെ പറയുന്നത് വിശ്വസ്തരായ ഒരുവനെ ബർന്നബാസ് തെരഞ്ഞെടുത്തത് ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന്. ആ ഡിസിഷൻ മേക്കിംഗ്, ആ ഡിസിഷൻ ബർന്നബാസിന് ഭയങ്കര ടെൻഷൻ കൊടുത്ത ഒരു ഡിസിഷനാണ്. ഈവൻ അന്ത്യോക്യയിൽ സ്തെഫാനോസിന്റെ മരണത്താലും ശേഷമുള്ള ഉപദ്രവങ്ങളാലും ഓടിപ്പോയ വിശ്വാസികൾ അന്ത്യോക്യയിൽ കടന്നു ചെന്ന് ദൈവവചനം സന്തോഷമായി പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും യേശുവിനെ സ്വീകരിച്ച് ദൈവകുഞ്ഞുങ്ങളായി ജനിച്ച് അന്ത്യോക്യയിൽ ഒരു നല്ല കൂട്ടമുണ്ടായി. ഈ വാർത്ത ശരിയാണോ എന്ന് യെരൂശലേമിലുള്ള സഭാ നേതൃത്വം ശരിയാണോ എന്നറിയുവാൻ തക്കവണ്ണം ബർന്നബാസിനെ അയച്ചു. ബർന്നബാസോ വിശ്വസ്തനും പരിശുദ്ധാത്മപൂർണനും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവനുമായിരുന്നു. നല്ല സാക്ഷ്യമുള്ളവനും. അവൻ കടന്നു ചെന്ന് അന്ത്യോക്യയില് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ എപ്പോഴും ഇരിക്കണം, എപ്പോഴും നടക്കണം, എപ്പോഴും ചലിക്കണം. അത് കഴിഞ്ഞപ്പോൾ തന്റെ ശബ്ദം തീർന്നുപോയി. വേണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് തനിക്ക് തന്നെ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ചെടുക്കാമായിരുന്നു. കാരണം പരിശുദ്ധാത്മാ